മണിക്കൂറിനുള്ളിൽ തന്നെ പാലക്കാട് എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ള വിവരം. നിലവിൽ ഹരിമോഹൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുലിന്റെ സഹായി പിടിയിലായിരിക്കുന്നു, SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഉടൻ പാലക്കാട്ടെത്തിക്കും. ഞാൻ ഹരിയിലേക്ക് വരാം. ശ്യാം ദേവരാജുമുണ്ട്. ശ്യാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഓൺ ആയിരിക്കുന്നു. അപ്പോൾ കീഴടങ്ങാനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് ഇപ്പോൾ കരുതാമോ? സ്വാഭാവികമായും അങ്ങനെ തന്നെ കരുതാം. ഫോൺ ഓണായി, രാഹുൽ മാങ്കൂട്ടലിന്റെ ഫോൺ ഓണായി. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടലിന്റെ ഫോൺ ഓണാകുന്നത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടലിന്റെ ഫോൺ എപ്പോൾ ഓണാകുന്നോ ആ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ എപ്പോൾ ഓണാകുന്നോ ആ നിമിഷം തന്നെ രാഹുൽ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ ഒരു SITക്ക് വ്യക്തത വരും. കാരണം അത്രയും വലിയ സർവൈലൻസിലാണ്. രണ്ടാമത്തേത്, രാഹുലിനെ നമ്മൾ അടക്കം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്, ഓരോ കോളുകളും കട്ട് ചെയ്യുകയാണ് ഈ നിമിഷം. ജിമ്മിയിലേക്ക് വന്നു. ജിമ്മി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആയിരിക്കുന്നു. അതിനർത്ഥം ഉടൻ തന്നെ കീഴടങ്ങാൻ പോകുന്നു എന്നായിരിക്കുമല്ലോ, അല്ലേ? പാർട്ടി നേതൃത്വവും ഉറപ്പായിട്ടും സംസാരിച്ച് കാണണം. രണ്ട് സാധ്യതകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓൺ ആക്കിയിരുന്ന അർത്ഥം അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഓൺ ആയിരിക്കുന്നത്. ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങാൻ പോവുകയാണ്. രണ്ടായാലും പോലീസിന്റെ തൊട്ടടുത്ത് തന്നെ രാഹുലുണ്ട്. രാഹുലിനെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കുകയോ ഇതിനോടകം കസ്റ്റഡിയിലെടുക്കുന്നത് നടന്നു കഴിഞ്ഞിട്ടോ ഉണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായും സംഭവിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് നീങ്ങുകയാണെന്ന വ്യക്തമായ സൂചന കഴിഞ്ഞ 1 മണിക്കൂറെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയ്ക്ക് കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് വശത്ത് കാണുന്നത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വലിയ ആശ്വാസം. തിരുവനന്തപുരം മഞ്ചൂരിൽ നിന്നും CPM പ്രവർത്തകർ ആഹ്ലാദിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിയിലുള്ള സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ജിമ്മി, തുടരാം. സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഇപ്പോഴും ഓണാണ്. അതായത് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ലൊക്കേഷൻ പോലീസിന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് അനുമാനിക്കാവുന്ന വളരെ ഒറ്റ കാര്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നതിന്റെ തൊട്ടടുത്താണ്, കോടതിയിൽ ഹാജരായി കാണാം. അതും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിന് വഴങ്ങാൻ പോകുന്നു. നിർണായകമായ നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്ന്. അതല്ലെങ്കിലും ജാമ്യം തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് വരും എന്ന് തീരുമാനം എടുത്തിരുന്നതാണ്. അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം. ഇതിലേതോ ഒന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്, തൊട്ടടുത്താണ് മുതലായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓണായ സമയം കൂടി നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് രാഹുലിന്റെ ഫോൺ ഓൺ ആയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും കോടതിയിലേക്ക് നീങ്ങുന്നു, കോടതി വളപ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സാധ്യത. അതല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരിക്കുന്നു. ഇതുമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. സ്മൃതി, ഇതിലേതെങ്കിലും ഒന്നിന്റെ സാധ്യതയുണ്ട്. രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കസ്റ്റഡിയിലുണ്ടെങ്കിൽ ആ വിവരം പുറത്തു വരേണ്ടത്. കാരണം SITക്കെതിരെ SITയെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ പിണറായി വിജയന്റെ പോലീസിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 8ാം ദിവസമായിട്ടും നിങ്ങളുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യം ചോദിച്ചത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ SITയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ആ വിവരം പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ കീഴടങ്ങാനുള്ള നടപടിയിലേക്ക്, തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്ന സമയം അധികം വൈകില്ല എന്നുള്ള സൂചനകളല്ലേ? ഇപ്പോൾ കോടതികൾക്ക് മുന്നിലടക്കം പോലീസ് അറസ്റ്റ് ചെയ്യാനായി നീക്കം നടത്തുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഇപ്പോൾ കരുതേണ്ടി വരില്ലേ? അശ്മതി, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി പുറത്താക്കിയതോടുകൂടി ഇനി അനുയായികൾ ഉണ്ടാവില്ല, സഹായിക്കാൻ ആളുണ്ടാവില്ല, തനിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. കൂടെയുള്ളവരെല്ലാവരും കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്.